തിരുബലിവേദിയിൽ തൊഴുകയുമായി അടിയനിതാ നിൽപ്പൂ. തിരുബലിവേദിയിൽ തൊഴുകയുമായി അടിയനിതാ നിൽപ്പൂ. കനിവീഴും ക്രൂശിത തിരിച്ചോരയാമേ കഴുകണമേ നിൻ കൃപയാൽ. സമ്പൂർണമായി ഞങ്ങൾ അർപ്പിക്കുന്നു, സംപ്രീതനാകണേ ഈ ബലിയിൽ. സമ്പൂർണമായി ഞങ്ങൾ അർപ്പിക്കുന്നു, സംപ്രീതനാകണേ ഈ ബലിയിൽ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദിവ്യബലി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സഭയിൽ അത്ഭുതങ്ങൾ നടക്കുന്ന നിമിഷമാണ്. നമ്മൾ പലപ്പോഴും ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ ബോധ്യങ്ങളില്ലാതെ ചിലപ്പോഴായിരിക്കും നമുക്ക് ദിവ്യബലി എനിക്കും നിങ്ങൾക്കൊരു അനുഭവമായിട്ട് തീരാത്തതിന് കാരണം ദിവ്യബലിയുടെ കുറവോ അല്ലെങ്കിൽ അർപ്പിക്കുന്ന വൈദികൻ്റെ കുറവോ അല്ല, മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ഒരുക്കത്തിൻ്റെ കുറവാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ കുറവാണ്. കൃത്യമായിട്ട് ഇന്നത്തെ ദിവ്യബലിക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ബോധ്യത്തോടെ ദിവ്യബലി നമുക്കെല്ലാം വലിയൊരു അനുഭവമായിട്ട് തീരുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈ ദിവ്യബലിയിൽ സജീവമായിട്ട് പങ്കെടുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടച്ച് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഒത്തിരിയേറെ കുറവുകളും പോരായ്മകളോടുമായിരിക്കാം ഇവിടെ ആയിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ അല്പം ഒത്തിരിയേറെ തകർച്ചകളുടെ നടുവിലായിരിക്കാം, സാമ്പത്തിക ഞെരുക്കങ്ങളായിരിക്കാം, ഒത്തിരിയേറെ പ്രശ്നത്തിൻ്റെ നടുവിലായിരിക്കും നമ്മൾ ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുക. ഒരു ദരിദ്രനെ സമ്പന്നനാക്കുവാൻ ദൈവത്തിന് അധികം സമയത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ എല്ലാം കുറവുകളിലേക്കും പോരായ്മകളിലേക്കും കടന്നു വരുവാൻ കഴിവുള്ള നാഥൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന വേദനകളും നൊമ്പരങ്ങളും എല്ലാം പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഏക വ്യക്തിയാണ്. ആ വ്യക്തിയുടെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ അടിയറ വയ്ക്കാം. നമ്മുടെ ജീവിതങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 55:22 പ്രകാരമാണ് പറയുക, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം എന്നിൽ ഏൽപ്പിക്കുക, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന്. നമ്മുടെ ഉത്കണ്ഠകളും ആകുലതകളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും വേദനകളും രോഗങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളും തകർച്ചകളെല്ലാം നമുക്ക് ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള കുറവുകളെ ഓർത്ത് മനസ്തപിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യതയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ.
അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കീരാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവൈകശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദൈവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവാലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവ മഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, പൂർണ്ണ മനസ്സോടെ അങ്ങേ ആരാധിക്കുവാനും എല്ലാ മനുഷ്യരെയും ആത്മാർത്ഥ ഹൃദയത്തോടെ സ്നേഹിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചുവാൻ ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് മോശ ജനങ്ങളോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും. അവൻ്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത്. ഹോറബിൽ സമ്മേളിച്ച ദിവസം നിന്റെ ദൈവമായ കർത്താവിനോട് നീ യാചിച്ചതനുസരിച്ചാണ് ഇത്. ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം വീണ്ടും ഞാൻ കേൾക്കാതിരിക്കട്ടെ, ഈ മഹാഗ്നി ഒരിക്കലും കാണാതിരിക്കട്ടെ എന്ന് അന്നു നീ പറഞ്ഞു. അന്ന് കർത്താവ് എന്നോട് അരുൾ ചെയ്തു, അവർ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു. അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെപ്പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും. എൻ്റെ വാക്കുകൾ ഞാൻ അവൻ്റെ നാവിൽ നിക്ഷേപിക്കും. ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും.
എൻ്റെ നാമത്തിൽ അവൻ പറയുന്ന എൻ്റെ വാക്കുകൾ ശ്രവിക്കാത്തവരോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ കൽപ്പിക്കാത്ത കാര്യം എൻ്റെ നാമത്തിൽ പറയുകയോ അന്യദേവന്മാരുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ വധിക്കപ്പെടണം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കർത്താവിന് സ്വസ്ത്രം ആലപിക്കാം. നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടി പുകഴ്ത്താം. കൃതജ്ഞതാ സ്വസ്ത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്താം. എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം, നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുന്ന് പാലിക്കുന്ന അജഗണം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ മെറുബായിൽ മരുഭൂമിയിലെ മാസയിൽ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി കണ്ടിട്ടും അവർ എന്നെ പരീക്ഷിച്ചു. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ അധ്യായം 7 32 മുതൽ 35 വരെ വാക്യങ്ങൾ. സഹോദരരെ, നിങ്ങൾ ഉത്കണ്ഠയുണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവിവാഹിതൻ കർത്താവിനെ എങ്ങനെ സംപ്രീതനാക്കാമെന്ന് ചിന്തിച്ച് കർത്താവിൻ്റെ കാര്യങ്ങളിൽ തൽപരനാവുന്നു. വിവാഹിതൻ സ്വഭാര്യയെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ തൽപരനാകുന്നു. അവൻ്റെ താല്പര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അവിവാഹിതയായ സ്ത്രീയും കന്യകയും ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിക്കാനായി കർത്താവിൻ്റെ കാര്യങ്ങളിൽ തൽപരരാണ്. വിവാഹിതയായ സ്ത്രീയാകട്ടെ ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ തൽപരയാകുന്നു. ഞാനിത് പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യം തടയാനല്ല. പ്രത്യുത നിങ്ങൾക്കുചിതമായ ജീവിതക്രമവും കർത്താവിനെ ഏകാഗ്രമായി ശുശ്രൂഷിക്കാൻ അവസരവുമുണ്ടാക്കാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങയ്ക്ക് മഹത്വം. അവർ കഫർനാമിൽ എത്തി. സാബത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ചു പഠിപ്പിച്ചു. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ അവരെ പഠിപ്പിച്ചത്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അലറി, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കുവാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ടു നീ പുറത്തു വരിക.
അശുദ്ധാത്മാവ് അവനെ തള്ളിയിട്ടിട്ട് ഉച്ചസ്വരത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, ഇത് എന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ? അശുദ്ധാത്മാക്കൾ പോലും അവനെ അവർ ആജ്ഞാപിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു. അവൻ്റെ പ്രശസ്തി ഗലീലായുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം പെട്ടെന്ന് വ്യാപിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്നടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ മുൻപിൽ നമ്മളെല്ലാവരും കുഞ്ഞുമക്കളാണെന്നുള്ളൊരു ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരെയും ഒരു കുഞ്ഞിനെ പോലെ കരുതി അവിടുത്തെ പരിശുദ്ധമായ ഇരുകരങ്ങളിലെടുത്ത് അവിടുത്തെ തിരിച്ചോരയാൽ ഞങ്ങളെ കുളിപ്പിച്ച് തലയെല്ലാം അവിടുത്തെ മേലങ്കി കൊണ്ട് തോർത്തി നെറുകയിൽ കുരിശിൻ്റെ പൊട്ടു ചാർത്തി കണ്ണിൽ ദിവ്യകാരുണ്യ അഞ്ജനമെഴുതി സ്നേഹവിശപ്പ് കൊണ്ട് ഞങ്ങൾ പിടയുമ്പോൾ ജീവിക്കുന്ന വചനങ്ങളിലൂടെ അവിടുന്ന് സംസാരിക്കണമേ. വചനം ശ്രവിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഞങ്ങളിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ പൈശാചിക ശക്തികളും യേശുവേ അവിടുത്തെ ശക്തമായ നാമത്തിൽ ബന്ധിച്ച് അവിടുത്തെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു. മിശിഹായിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ തിരുവചനത്തിലേക്ക് കടക്കുമ്പോഴേ നമുക്ക് കാണാൻ സാധിച്ചത് പിശാചു ബാധിതനെ ഈശോ വളരെ അത്ഭുതകരമായ വിധത്തിൽ സുഖപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുക. ഈ വചനഭാഗത്തുനിന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട്. നമുക്കറിയാം, ഈശോയുടെ സാന്നിധ്യം ഏറ്റവും അധികം തിരിച്ചറിയുന്നത് പിശാചാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, പലപ്പോഴും നമ്മൾ പൈശാചിക ശക്തികൾക്ക് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ പിശാചിൻ്റെ സ്വാധീനം എന്നിലും നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ചിന്തകളാണിത്. നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്നൊരു ചിന്ത. നമുക്കറിയാം, പിശാചിൻ്റെ സ്വാധീനം എന്നിലും നമ്മളിലും എല്ലാം മറ്റുള്ളവരിലെല്ലാം ഉണ്ടാകാം. ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട വലിയ യാഥാർത്ഥ്യമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം പോലെ ശക്തമായ ഒരു സാന്നിധ്യം തന്നെയാണ് പിശാചിൻ്റെ സാന്നിധ്യവും. നമ്മൾ ആർക്ക് വിട്ടുകൊടുക്കുന്നോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം നയിക്കപ്പെടുക. ഇനി പിശാചിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളുടെ ലക്ഷണങ്ങൾ എന്താണെന്നാണ് ഇവിടെ പറയുക. നമുക്കറിയാം, പിശാച് ബാധ്യനായ ഈ വ്യക്തി ഈശോയെ കണ്ടപ്പോൾ ഈശോയോട് പറയുന്ന കാര്യം, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കുവാനാണോ നീ വന്നിരിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്ക് ദൈവികമായ കാര്യങ്ങളോട് അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളോട് നമുക്കെല്ലാം ചിലപ്പോഴും താല്പര്യമില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ വെറുപ്പ്, വൈരാഗ്യം, ഒന്നിനും ഒരു ഇഷ്ടമില്ലാത്ത ഒരു ചിന്ത എന്നിലും നിങ്ങളിലും ഉടലെടുക്കും. നമുക്കറിയാം, ഈശോയുടെ ജീവിതത്തിൽ പോലും പിശാചിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു. നമുക്കറിയാം, പലതരത്തിലാണ് പിശാചിൻ്റെ സ്വാധീനം നമ്മളിൽ ഉണ്ടാകുക. ആദ്യമായിട്ട് ഈശോയുടെ ജീവിതത്തിലുണ്ടായ പോലെ പ്രലോഭനങ്ങൾ എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകാം. നമ്മൾ ഈ പ്രലോഭനങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് പൈശാചിക ശക്തിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളവിടെ പിശാചിൻ്റെ സ്വാധീനത്തെ ദൈവത്തിൻ്റെ വചനം കൊണ്ട്, നമുക്കറിയാം മത്തായിയുടെ സുവിശേഷത്തിൽ 8:16 നമുക്കറിയാൻ സാധിക്കും, ദൈവം വചനം അയച്ചുകൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കി. അപ്പോൾ പൈശാചിക ശക്തികളെ എനിക്കും നിങ്ങൾക്കും സ്വാധീനം ചെലുത്തുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ്. ദൈവത്തിൻ്റെ വചനം വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ സ്വാധീനം, പൈശാചിക ശക്തികളുടെ സ്വാധീനത്തെ നമുക്ക് കീഴ്പ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്ക് ചിലപ്പോൾ ഈ ദൈവികമായ കാര്യങ്ങളോടുള്ള താല്പര്യക്കുറവ് എന്ന് പറയുമ്പോൾ ചിലപ്പോഴത് ദിവ്യബലി ആയിരിക്കാം, അതല്ലെങ്കിൽ കുമ്പസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു ചിന്തയായിരിക്കാം, അതല്ലെങ്കിൽ വചനം എന്ന് നമ്മൾ വായിക്കേണ്ടത് ചിലപ്പോൾ അതിനോടും താല്പര്യമില്ല, അതല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ ചിലപ്പോൾ മടുപ്പ്, ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നു, അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന നമ്മൾ മാറ്റിവെക്കുക, അല്ലെങ്കിൽ ദിവ്യബലിയാണെങ്കിലും പകുതിയാകുമ്പോൾ കയറി വരിക,
തുടങ്ങിയാലും കുഴപ്പമില്ലെന്ന ചിന്ത, ഇങ്ങനെ ദൈവികമായ കാര്യങ്ങളോട് എനിക്ക് നിങ്ങൾക്കും ചിലപ്പോഴൊരു അനാസ്ഥ ഉണ്ടാകുക, ഇതാണ് എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന പൈശാചികമായ സ്വാധീനം. ഇനി അതിൻ്റെ ഗൗരവമായ തലത്തിലേക്ക് പോകുമ്പോഴാണ് പിശാചിന് നമ്മളിൽ പൂർണ്ണമായ ഒരു സ്വാധീനം ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ തഴക്കദോഷങ്ങളിലേക്ക് വഴുതി വീഴുക. പൗലോസ് അപ്പോസ്തലന്മാർ പറയുന്ന പോലെ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിച്ചു പോകുക എന്നുള്ള അവസ്ഥ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഈ സ്വാധീനം, പൈശാചിക ശക്തിയുടെ സ്വാധീനം നമ്മൾ വലയത്തിലാകുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ചിലപ്പോൾ അരോചകമായിട്ട് തോന്നും. ഇവിടെയെല്ലാം നമുക്ക് പിടിച്ചു നിൽക്കാൻ എന്താണ് നമുക്ക് ചെയ്യുവാൻ സാധിക്കുക? നമുക്കിതെല്ലാം ബന്ധിച്ച് പ്രാർത്ഥിക്കാം. നമ്മളിലുള്ള സ്വാധീനവും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വചനത്തിൻ്റെ ശക്തിയോടെ നമുക്ക് അതിനെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ഇനി മറ്റുള്ളവരിലാണെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വചനം ഇപ്രകാരമാണ് പറയുക: നമുക്ക് പിശാചുക്കളുടെ മേൽ, മറ്റുള്ളവരിലായിക്കോട്ടെ നമ്മളിലായിക്കോട്ടെ, ദൈവം പ്രത്യേകമായിട്ട് എനിക്കും നിങ്ങൾക്കും ഒരു സ്വാധീനം, അല്ലെങ്കിൽ അതിനെ കീഴ്പ്പെടുത്തുവാനുള്ള ഒരു ശക്തി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് വൈദികർക്ക് മാത്രമല്ല. കർത്താവിൻ്റെ വചന ഇപ്രകാരമാണ് പറയുക: വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ തിരിച്ചറിയേണ്ട വലിയ യാഥാർത്ഥ്യം, നമ്മൾ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ മുൻപിലായാൽ നമുക്ക് പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്വാധീനം, മറ്റുള്ളവരെയും പിശാചിൻ്റെ സ്വാധീനത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. ഇത് ചിലപ്പോൾ രോഗങ്ങളായിരിക്കാം, ഏതു തരത്തിലാകാം. ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഒരു ജീവിതത്തെ, ഒരു വ്യക്തിയെ സ്വാധീനിക്കുക, അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിക്കുക. അപ്പോൾ നമ്മളിന്ന് തിരിച്ചറിയേണ്ട വലിയ യാഥാർത്ഥ്യം, ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസത്തോടെ ഞാനും നിങ്ങളും ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കിതിൻ്റെ ഉള്ള സ്വാധീനം, ഈ പിശാചിന് നമ്മളിലുള്ള സ്വാധീനത്തെ കീഴ്പ്പെടുത്തുവാനും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും നമുക്ക് സാധിക്കും. കർത്താവിൻ്റെ വചനം ഇപ്രകാരമാണ് പറയുക: നീ എന്നോട് ചേർന്ന് നിൽക്കുക, ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കുമെന്ന് യാക്കോബ് 4:8 പറയുന്നു. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ഈ ദിവ്യബലിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബോധ്യം ഉണ്ടാകുവാൻ വേണ്ടി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പൈശാചിക ശക്തികൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുമ്പോൾ അതിനോർത്ത് നിരാശപ്പെടാതെ, അതിൽ തന്നെ കഴിയാതെ, മറിച്ച് ഈശോയുടെ വചനത്തിൻ്റെ ശക്തിയാൽ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇതിനെല്ലാം കീഴ്പ്പെടുത്തിക്കൊണ്ട് ദൈവത്തോട് ചേർന്നുകൊണ്ട് ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിനായിട്ട് സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാത്തിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവും ജനീശ്വരനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്തയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലതും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമരത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീതാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവരുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാവങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയും. മരിച്ചവരുടെ ഉയർപ്പും
വരുവാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ അൾത്താരയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം ഇപ്രകാരമാണ് പറയുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 59:1 പ്രകാരം പറയുന്നു, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് ഈ നിമിഷം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കത്തോലിക്ക സഭയെ, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെ, എല്ലാ ബിഷപ്പുമാരെയും വൈദികരെയും സന്യസ്തരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും സുവിശേഷ പ്രഘോഷണം സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന വ്യക്തികളായി തീരുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. വിവാഹ ജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാത്ത യുവതിവാക്കൾ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ, കലഹിച്ചു കഴിയുന്ന ദമ്പതിമാർ, ജോലിയില്ലാത്തതും ജോലിക്ക് ശരിയായ വേതനം ലഭിക്കാത്ത വ്യക്തികൾ, വിവിധ രോഗങ്ങളാൽ ആശുപത്രികളിലും വീടുകളിലുമായിട്ട് കഴിയുന്നവർ, മരണാസന്നർ, അപകടത്തിൽപ്പെടുന്നവർ, നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള ഓരോ വ്യക്തികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ അവരോടെല്ലാം പറഞ്ഞു കാണും പ്രാർത്ഥിക്കാമെന്ന്. ഇതാണ് ഏറ്റവും സ്വീകാര്യമായ സമയം, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പറ്റിയ സമയം. അവരെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, അവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജോബിൻ്റെ പുസ്തകത്തിലെ 41-ാം അധ്യായം 10 ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ജോബിന് നഷ്ടപ്പെട്ട ഐശ്വര്യം ദൈവം തിരികെ കൊടുക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയുടെ വലിയ സന്ദേശം നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ബോധ്യത്തോടെ നമുക്കെല്ലാം നമ്മുടെ പ്രാർത്ഥന ചോദിച്ച എല്ലാ മക്കളെയും നമുക്ക് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെയും വ്യക്തിപരമായ ആകുലതകൾ, ഉത്കണ്ഠകൾ, പൈശാചികമായ സ്വാധീനങ്ങൾ നമ്മളിലും മറ്റുള്ളവരിലുമുള്ളത്, നമ്മുടെ തഴക്കദോഷങ്ങൾ, ആകുലതകൾ, ഉത്കണ്ഠകൾ, പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ, നമ്മുടെ സാമ്പത്തിക ഞെരുക്കം, മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ നമുക്ക് കൊടുക്കാം. ആ പിഞ്ചുബാലൻ 5 അപ്പവും 2 മീനും ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ടത് വിട്ടുകൊടുത്തപ്പോഴാണ് ഈശോ അത് വലിയ അത്ഭുതം പ്രവർത്തിച്ച് ഒത്തിരിയേറെ ജനങ്ങൾക്കത് ഒരു അനുഗ്രഹമായിട്ട് മാറ്റിയത്. നമ്മുടെയും ജീവിതങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെന്തായിരിക്കുന്നു അതെല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണ്. നമ്മുടെ കുറവുകളും പോരായ്മകളും എല്ലാം ഈശോ അറിയുന്നുണ്ട്. നമ്മുടെ കുറവുകളിലും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം കൊരിന്ത്യർക്ക് ലേഖനത്തിൽ പ്രകാരമാണ് പറയുക, നിൻ്റെ ബലഹീനതയിൽ നിനക്കെൻ്റെ കൃപ മതി. നമുക്കെല്ലാം നമ്മുടെ കുറവുകളും പോരായ്മകളും അകറ്റുവാനായിട്ട് ഈശോയുടെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ വേദനകളും ഈ അപ്പത്തോടും വീഞ്ഞുമോടുമൊപ്പം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കാഴ്ചയേകാനിതാ ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്നു യാഗമേകാൻ അൾത്താരമുന്നിലായി കീഴിടുന്നു. എൻ ജീവനേ, എൻ ജീവനാഥ,
ദാനമായി നീയേകും നന്മകളെല്ലാം ഞാൻ തിരുമുൻപിലേകുന്നു കാണിക്കയാ. ദാനമായി നീയേകും നന്മകളെല്ലാം ഞാൻ തിരുമുൻപിലേകുന്നു കാണിക്കയാ. നിൻ സ്നേഹബലിയോട് ചേർക്കേണമേ എന്നെ നീ സ്വന്തമാക്കേണമേ. നിൻ സ്നേഹബലിയോട് ചേർക്കേണമേ എന്നെ നീ സ്വന്തമാക്കേണമേ. കാഴ്ചേകാനിത ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്നു യാഗമേകാൻ അൾത്താര മുന്നിലായി ഏകിടുന്നു. എൻ ജീവനേ എൻ ജീവനാഥ, കാഴ്ചയേകാനിത ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്നു യാഗമേകാൻ. സഹോദരരെ, എൻ്റെ നിങ്ങളുടെ ബലി സർവശക്തനും പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്നും ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ അൾത്താരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഞങ്ങളുടെ ശുശ്രൂഷയുടെ കാഴ്ചദ്രവ്യങ്ങൾ അങ്ങ് പ്രീതിയോടെ സ്വീകരിച്ച് ഞങ്ങളുടെ പരിത്രാണത്തിൻ്റെ കുദാശയായി രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ പ്രിയപുത്രൻ വഴി അങ്ങ് മനുഷ്യവർഗത്തിൻ്റെ സൃഷ്ടാവായിരിക്കുന്നത് പോലെ ഏറ്റവും കാരുണ്യവാനായ ഉദ്ധാരകനുമാണ്. ആകയാൽ സർവ്വ സൃഷ്ടിജാലങ്ങളും യഥായോഗ്യം അങ്ങേക്ക് സേവനമനുഷ്ഠിക്കുകയും വീണ്ടെടുക്കപ്പെട്ട സകലതും സമുചിതമായി അങ്ങയെ സ്തുതിക്കുകയും അങ്ങേ വിശുദ്ധർ ഒരേ ഹൃദയത്തോടെ അങ്ങയെ വാഴ്ത്തുകയും ചെയ്യുന്നു. ആയതിനാൽ ഞങ്ങളും സകല മാലാഖമാരോടുകൂടെ ആഹ്ലാദ പുരസ്സരം നിരന്തരം അങ്ങേ വാഴ്ത്തി സ്തുതിച്ച് പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും പിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. ഒരിക്കൽ കൂടി നമ്മളെയും നമ്മുടെ ജീവിതങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങളുടെ നിമിഷമാണ് ദിവ്യബലിയുടെ സമയം. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പിശാചിന് നമ്മളിലുള്ള സ്വാധീന ശക്തിയെ നമുക്ക് ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് അതിനെ കീഴ്പ്പെടുത്താം. വിശ്വാസത്തോടെ വചനത്തിൻ്റെ കൃപയാൽ പൈശാചിക ശക്തികൾ നമ്മളിലും മറ്റുള്ളവരിലുമുള്ള എല്ലാ ശക്തികളെയും നമുക്ക് കീഴ്പ്പെടുത്തിക്കൊണ്ട് ഈശോയിലേക്ക് അടുക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈ അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരവും രക്തവുമായിട്ട് രൂപാന്തരപ്പെടുത്തുവാൻ പോകുന്നത് പോലെ നമ്മളെയും നമ്മുടെ ജീവിതങ്ങളെയും
ഈശോയുടേത് മാത്രമാക്കി മാറ്റുവാൻ നമുക്ക് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാല പിടകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവ് അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചെടുക്കുന്ന ഞങ്ങളുടെ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷന്മാർ എല്ലാ മെത്രാന്മാരോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊണ്ട് ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും അങ്ങയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതര അപ്പോസ്തലരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ള പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം.
പാപം പരീക്ഷയിലുൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവ് എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പസ്തലരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്ന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണം. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ആമേൻ. വാർമണി തെന്നലായി വാവാ മഹേശ്വര, ജീവൻ കനിഞ്ഞരുളൂ. നിത്യജീവൻ കനിഞ്ഞരുളൂ. വാർമണി തെന്നലായി വാവാ മഹേശ്വര, ജീവൻ കനിഞ്ഞരുളൂ. നിത്യജീവൻ കനിഞ്ഞരുളൂ. നിത്യജീവൻ കനിഞ്ഞരുളൂ. കണ്ണുകളടച്ച് നമ്മൾ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഈശോയ്ക്ക് നന്ദി പറയാം.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പരിത്രാണത്തിൻ്റെ ദാനങ്ങളാൽ പരിപോഷിതരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യരക്ഷയുടെ ഈ സഹായത്താൽ സത്യവിശ്വാസം എന്നും പുഷ്ടിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ അമലോദ്ഭവയേ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ അമലോദ്ഭവയേ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ വിമലാംബേ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ വിമലാംബേ.